തിരിച്ചു കിട്ടുള്ളൂ. വീൽ ചെയറിൽ അരയ്ക്ക് കീഴ്ഭാഗം മുഴുവനും കുഴഞ്ഞുപോയി, നാക്ക് കുഴഞ്ഞുപോയി, സംസാരശേഷി നഷ്ടപ്പെട്ട് ഒരു ജീവച്ഛവമായിട്ടിരുന്ന ഒരു വ്യക്തിയെ കർത്താവിന്ന് ഒരുപാട് നടന്നുമില്ല, ആ മണിക്കൂറുകൾക്ക് അവന്റെ പ്രവൃത്തി ആരംഭിച്ചുവെങ്കിൽ സാറിൻ്റെ അടുത്ത് വന്നു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എന്നെ പിടിച്ച് നടത്തി. ഞാൻ വെള്ളച്ചാതിയൊക്കെ നടന്നു. അത് കഴിഞ്ഞ് സാർ ഇവിടെ നിന്നപ്പോഴേ എന്നെ ചോദിച്ച് നടക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ നടന്നു. ഭയങ്കര കൊതിയായിരുന്നല്ലേ നടക്കാൻ. കുറെ ദിവസം നടക്കാതിരുന്നിട്ട് ചെന്ന് ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരുന്നില്ല, പുള്ളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 മാസത്തേക്ക് മുമ്പേ കയ്യിലെ ഒരു 5 ചെറിയ കക്ഷത്ത് പുള്ളി, 5-6 പുള്ളി, അതിൽ 5 പറ്റിപ്പോയി. ഒരെണ്ണമായിരുന്നു. അവിടെ നിന്ന് മരയിപ്പ് തുടങ്ങി. കൈയും കാലും എല്ലാം മരയിച്ചു. സ്കൂൾ വണ്ടിയാണ് ഓടുന്നത്. പരീക്ഷ സമയമായതുകൊണ്ട് ഞാൻ ഓടി. കൈയും കാലും മരയിച്ച് കണ്ടക്ടർ എന്നെ പിടിച്ച് കയറ്റുമായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെ വിളിച്ചിട്ടാണ് പോകുന്നത്. ചെന്നോടെ അവർ പറഞ്ഞത് ബ്ലഡ് മാറേണ്ടി വരും, പിന്നെ നരമ്പിന് പ്രശ്നമുണ്ട്, അല്ലാതെയും പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ കൈയും കാലും എല്ലാം മരയിച്ചു പോയി എന്ന് പറഞ്ഞു. 9 ദിവസം അവിടെ കിടന്നു. അവിടെ നിന്ന് അവർ നോർമൽ കേസ് പോലെ നിന്നുള്ളൂ. 7-ൻ്റെ അന്ന് പേര് വെട്ടി. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞാണ് എന്നെ തിരിച്ചു വിട്ടത്. തിരിച്ചു വിടുന്ന സമയത്തും ഞാൻ വീട്ടിൽ വന്ന് 2 ദിവസമേ നടന്നുള്ളൂ. 2 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ കാലും കൈയും മൊത്തം മരയിച്ചു പോയി. അങ്ങനെ പിള്ളേരും ചെറുമക്കളും എല്ലാം കൂടെ എടുത്താണ് വണ്ടി കയറ്റിക്കൊണ്ടത്. എന്നാൽ അതിനു മുമ്പേ ഭാര്യ പറഞ്ഞു, നമുക്ക് ഇലക്കോട് പോകണ്ടേന്ന് ചോദിച്ചു. നമ്മൾ പോകണം, അവിടെയാണ് ആവശ്യം. ഇവിടെ വന്നിട്ട് വീൽ ചെയറിൽ സഹായത്തോടെ കൊണ്ടുവന്നു. തിരിച്ച് 3-ൻ്റെ അന്ന് അവിടെ വന്നു. അവിടെ വന്നപ്പോഴും വീൽ ചെയറിലാണ് വന്നത്. അപ്പോൾ സാറെന്നെ പിടിച്ചു, പ്രയാസപ്പെടണ്ട എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നു. ഫസ്റ്റ് ഈവനിങ് പേരിന് ഇവിടെ വന്നു ഇരുന്നു. സാറിൻ്റെ അടുത്ത് വന്നു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എന്നെ പിടിച്ച് നടത്തി. ഞാൻ വെള്ളച്ചാതിയൊക്കെ നടന്നു. അത് കഴിഞ്ഞ് സാർ ഇവിടെ നിന്നപ്പോഴേ എന്നെ ചോദിച്ച് നടക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ നടന്നു. ഭയങ്കര കൊതിയായിരുന്നല്ലേ നടക്കാൻ. കുറെ ദിവസം നടക്കാതിരുന്നിട്ട് ചെന്ന് ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരുന്നില്ല, പുള്ളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല നടക്കാനുള്ള സൗകര്യം, ഓടി നടക്കാം, എല്ലാ കാര്യത്തിനും കയറി വരാം, എല്ലാ കാര്യങ്ങളും. ആരാണ് നിങ്ങൾക്ക് സൗഖ്യം തന്നത്? അതെ, ആരാ സുഖം? ദൈവം, എൻ്റെ യേശു കർത്താവ്. കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. സിസ്റ്റർ ഒന്ന് പറഞ്ഞാട്ടെ, ഇവിടെ എങ്ങനെ അറിയുന്ന? TV-യിൽ കണ്ടിട്ടാണോ? പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ ചാനൽ ഞാൻ കാണും. ഒട്ടും പറ്റൂലായിരുന്നു. എഴുതി നിൽക്കരുത്, കുഞ്ഞുങ്ങൾ വഴുതി പോലെ പോവുമായിരുന്നു. ആശുപത്രിയിൽ നിന്ന് പറഞ്ഞ് ക്രിട്ടിക്കലാണ് എന്ന് പറഞ്ഞ്. അന്ന് ഞാൻ ചോദിച്ചു, നമുക്ക് ശാലോ പള്ളിയിൽ പോകാൻ പോകുന്നു ചോദിച്ച്. അപ്പോഴത്തന്നെ പറഞ്ഞ് പോവാന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് ആശുപത്രി പോകാൻ പറഞ്ഞിരിക്കണ്. ഇടയ്ക്ക് പിന്നെ 3 ദിവസം കഴിഞ്ഞ് പിന്നെ ഒട്ടും വയ്യാതായി. ഡോക്ടർ പറഞ്ഞോണ്ട് എനിക്കറിയാമായിരുന്നില്ല. കർത്താവ് വിചാരിച്ചാലേ ഈ ജീവൻ തിരിച്ചു കിട്ടുള്ളൂ എനിക്കറിയാമായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ചോദിച്ച്, ഞങ്ങൾ വേറൊരു സമയം പോണേണ്, 10-25 വർഷം കൊണ്ട്. പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു പോവാന്ന് പറഞ്ഞു. വേറെ ഒരാളാണെങ്കിൽ പറയുമായിരുന്നു, നമ്മളൊരു സമയം പോണേല് ഇനിയിപ്പോൾ വേണ്ടാന്ന്. ചോദിച്ച ഉടൻ തന്നെ പോവാന്ന് പറഞ്ഞു. ഇവിടെ കൊണ്ടുവന്ന് മോൻ പ്രാർത്ഥിച്ച്, ശക്തമായിട്ട് പ്രാർത്ഥിച്ച് 2 സ്റ്റെപ്പ് എണ്ണയും കൊടുത്ത് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് തന്നെ നോർമലായി തുടങ്ങി. സംസാരമൊക്കെ തിരിച്ച് വന്ന്, ആഹാരമൊന്നും കഴിക്കൂലായിരുന്നു. എൻ്റെ കൊച്ചു മക്കൾ പറഞ്ഞ്, അമ്മാമ്മ അപ്പൂൻ്റെ സൗണ്ടൊക്കെ മാറി തുടങ്ങി, അമ്മാമ്മ സുഖമായി തുടങ്ങി. അമ്മക്ക് കൂടെ ആഹാരമൊക്കെ വാങ്ങിച്ച് കഴിച്ചു തുടങ്ങി. പിന്നെ ഒരു കുഴപ്പമില്ലാതെ 2-3 ദിവസം കഴിഞ്ഞ് പിടിക്കേണ്ടിയൊന്നും വന്നില്ല. തന്നെ അഴിച്ച് ബാത്റൂമിലൊക്കെ പോകുമായിരുന്നു. എല്ലാ പ്രതീക്ഷകളും അവർക്ക് നഷ്ടപ്പെട്ടു. ഈ ബ്രദറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ കാലം കൊണ്ടറിയാം. വയനാട് വരെ ഇവിടുന്ന് ഓട്ടം പോയിട്ടുണ്ട്. അതോടൊപ്പം എനിക്ക് അദ്ദേഹത്തെ നേരത്തെ അറിയാം. അദ്ദേഹം ഈ കാട്ടാക്കടയിൽ ക്രൈസ്റ്റ് കിങ് എന്ന് പറയുന്ന വാഹനം കൊണ്ട് ഇങ്ങനെ ഓടി നടക്കും. പെട്ടെന്ന് വീൽ ചെയറിൽ വന്നപ്പോൾ എനിക്കൊരു പരിചയമുള്ള മുഖം കൂടെയല്ല, സാധാരണ അപരിചിതരൊക്കെയാണ് കൂടുതലും വരുന്നത്. എങ്കിലും ഞാൻ അറിയാവുന്ന ഭാവമൊന്നും കാണിച്ചില്ല. പ്രാർത്ഥന കഴിയട്ടെ. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു. കാരണം ആദ്യമേ വീട്ടുവിശേഷം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രാർത്ഥന നടക്കില്ല, എനിക്കറിയാം. അതുകൊണ്ട് പ്രാർത്ഥനയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാം പ്രയറും കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എനിക്കറിയാം നിങ്ങളെ ഓർക്കുന്നുണ്ട്. പറഞ്ഞു, ബ്രദറിനെ ഞാൻ അവിടെ ഓട്ടം വന്നിട്ടുണ്ട് കാര്യങ്ങൾ. പക്ഷെ പെട്ടെന്ന്
വീൽ ചെയറിലായപ്പോൾ എനിക്കും അതൊരു പ്രയാസമായിരുന്നു. തുള്ളിച്ചാടി ഓടി നടന്ന വ്യക്തി, നന്നായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ട് നടന്നൊരു വ്യക്തി, പെട്ടെന്ന് കാലുകൾ കുഴഞ്ഞുപോയി. പിടിച്ച് ആ കാലുകളൊക്കെ തട്ടിയൊക്കെ നോക്കിയപ്പോഴത്തേക്ക് എല്ലാം കഴകഴ കിടക്കുന്നു. പിടിച്ച് നിർത്തി നോക്കി, നിൽക്കുന്നില്ല. അതെ, പക്ഷേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. സിസ്റ്റർ പറഞ്ഞത് ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ സംസാരിക്കാൻ തുടങ്ങിയെന്നും കാലുകൾ ബലം പ്രാപിക്കാൻ തുടങ്ങിയെന്നും നമ്മുടെ കർത്താവ് എത്ര മതിയായവനാണ്. സിസ്റ്റർ മന്ന ടി വിയാണ് കാണുന്നത് അല്ലേ? മന്ന ടി വി കണ്ടിട്ടല്ലേ വന്നതല്ലേ? ഞാൻ വർഷങ്ങളുണ്ട് കാണും. ഷാലോമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് മന്ന ടി വി. ഡെൻ നെറ്റ്വർക്കിൽ 620, കേരള വിഷനിൽ 32, ഡിജി മീഡിയ നെറ്റ്വർക്കിൽ 150, മറ്റ് ഏഷ്യാനെറ്റിൽ ചില 160, അങ്ങനെ തുടങ്ങി പല നമ്പറുകളിൽ പോകുന്നു. വീൽ ചെയറിൽ അരയ്ക്ക് കീഴ്ഭാഗം മുഴുവനും കുഴഞ്ഞുപോയി, നാക്ക് കുഴഞ്ഞുപോയി, സംസാരശേഷി നഷ്ടപ്പെട്ട് അതെ ഒരു കൂനി, ഒരു ജീവച്ഛവമായിട്ടിരുന്ന ഒരു വ്യക്തിയെ കർത്താവിന്ന് അമേൻ ഒരുപാട് നടന്നുമില്ല, ആ മണിക്കൂറുകൾക്കകം അവൻ്റെ പ്രവൃത്തി ആരംഭിച്ചുവെങ്കിൽ, സാക്ഷിയായിട്ട് വന്ന് നിന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്നായിട്ടൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ.